ഒരു ഗ്രാമത്തിലെ ദുരൂഹത നിറഞ്ഞ കോട്ട. ആ കോട്ടയ്ക്കുള്ളില് വലിയൊരു രാക്ഷസനുണ്ട്. ആ രാക്ഷസനാണെങ്കിലോ ഓരോ തവണയും ബലി ആവശ്യപ്പെടുന്നു. ബലി ആവശ്യപ്പെടുന്നത് ഗ്രാമത്തിലുള്ളവർക്ക് 3 സൂചന നൽകും. ആ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ താൻ ആവശ്യപ്പെടുന്നത് പോലെ നരബലി നൽകണം. ആ 3 സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ഗ്രാമത്തിലുള്ള ഗ്രാമത്തലവനും കൂട്ടരും ചേർന്ന് എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരുടെ പേരായിട്ട് നറുക്കിട്ടെടുക്കുന്നു. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആളാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കേണ്ടത്. കുറേ വർഷങ്ങൾ കൂടുമ്പോഴാണ് രാക്ഷസൻ ബലി ആവശ്യപ്പെടുന്നത്. പക്ഷേ ബലി നൽകിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഗ്രാമവാസികൾക്കാർക്കും തന്നെ അവിടെ ജീവിക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ആ നാട്ടിലേക്ക് എത്തിപ്പെടുകയാണ് നമ്മുടെ കഥാനായകനും. അറിയാതെ കഥാനായകനാണെങ്കിലോ ആ കോട്ടയ്ക്കടുത്തേക്ക് എത്തിപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലേക്ക് വീണ്ടും ബലി നൽകുവാനുള്ള സൂചനയും കാണിക്കുന്നു. പിന്നീട് ഗ്രാമത്തിൽ എന്ത് സംഭവിച്ചു, നായകൻ എന്തൊക്കെ സംഭവിച്ചു, രാക്ഷസന് പിന്നിലുള്ള കഥ എന്താണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം രാകാസ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഒരു ഗ്രാമം, അവിടെ ചില വിശ്വാസങ്ങളുണ്ട്. 3 സൂചനകൾ പ്രകൃതി കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ഒരു കോട്ടയ്ക്കുള്ളിൽ ഒരു രാക്ഷസനുണ്ട്. ആ രാക്ഷസന് ഒരു മനുഷ്യന് ബലി കൊടുക്കണമെന്നാണ്. ഒന്നാമത്തെ സൂചന ഉൽക്ക വീഴുക, രണ്ടാമത് ആ ഗ്രാമത്തിലെ മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുക, മൂന്നാമത് കല്ല് വളർന്നു വരിക. ഇങ്ങനെയുള്ള 3 സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ രാക്ഷസന് ബലി കൊടുക്കുമത്രേ. അങ്ങനെ 3 സൂചനകൾ കണ്ടതുകൊണ്ട് തന്നെ രാക്ഷസ കോട്ടയിലേക്ക് എത്തുകയാണ് ആ ഗ്രാമവാസികൾ എല്ലാവരും. എന്നിട്ട് അവരൊരു മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ മനുഷ്യനെ കോട്ടയ്ക്കുള്ളിലേക്ക് കടത്തിവിടുന്നു. രാക്ഷസന് ബലി കൊടുക്കുക, അത് തന്നെ. ആ മനുഷ്യനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്ന എന്നാൽ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന രാജാവിന് അതൊന്നും അത്ര ഇഷ്ടമാകുന്നതേയില്ല. കാരണം അടുത്തതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനിച്ചു വീണ ഒരു കുഞ്ഞു കുട്ടിയെയാണ്. കുഞ്ഞുകുട്ടിയെ ആ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. ഇതെല്ലാം കാണുന്ന രാജാവ് പറയുന്നത്, ആ കോട്ടയ്ക്കുള്ളിൽ ഒരു രാക്ഷസനുണ്ടോ എന്തുമാകട്ടെ, ആ രാക്ഷസനെ കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനെല്ലാം പരിഹാരം കിട്ടുമല്ലോ. നമ്മൾ അതിനുള്ള വഴിയല്ലേ നോക്കേണ്ടതെന്നാണ് രാജാവ് തന്റെ സൈന്യത്തോട് പറയുന്നത്. കോട്ടയ്ക്കുള്ളിൽ മറ്റൊരു വഴിയുണ്ട്. അതിലൂടെ കടന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കടക്കുവാനായി കഴിയുമെന്നും സൈന്യം പറയുന്നു. അങ്ങനെ രാജാവ് രാജാവിന്റെ സൈന്യത്തെയും കൂട്ടി കോട്ടയുടെ രഹസ്യവാതിലിനുള്ളിലൂടെ അകത്തേക്ക് കടക്കുന്നു. ആരെയോ ആക്രമിക്കാൻ പോകുന്നത് പോലെയാണ് രാജാവും സൈനികരും പോകുന്നത്. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. കുറെ കഴിഞ്ഞ് കാണിക്കുന്നത് രാജാവും രാജാവിന്റെ സൈന്യവും ക്രൂരമായി മരണപ്പെട്ട് കിടക്കുന്നതാണ്. രാജാവിന് ഒരു മകനുണ്ട്. താക്കോൽ രാജാവിന്റെ മകന്റെ കയ്യിൽ ഏൽപ്പിച്ച ഉയർന്ന അധികാരി പറയുന്നത്, നിന്റെ അച്ഛൻ ചെയ്ത മണ്ടത്തരം നീ ചെയ്യരുത്. എന്താണോ ഈ നാട്ടിലെ ആചാരം അത് തന്നെ നടത്തിക്കൊണ്ടു പോകണമെന്നായിരുന്നു. ഈ കഥകളെല്ലാം ബസ്സിൽ നിൽക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു മുത്തശ്ശനായിരുന്നു. മുത്തശ്ശൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും അഥവാ ആ ഒരു രാക്ഷസ കൊട്ടാരത്തിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ദേ നിങ്ങൾ പേടിക്കണ്ട, ഈ ഏലസ് ധരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശന്റെ കൈവശമുണ്ടായിരുന്ന ഏലസ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നു. എല്ലാവരെയും പേടിപ്പിച്ച് ഏലസ് വിൽക്കുക, അതാണ് മുത്തശ്ശന്റെ ഉദ്ദേശം. മുത്തശ്ശനൊപ്പം എല്ലാത്തിനും കൂട്ടിന് മുത്തശ്ശന്റെ മകനുമുണ്ട്. അതേസമയമായിരുന്നു അവിടേക്ക് കഥാനായകനായ വീരു വരുന്നത്. വീരു വിദേശത്ത് നിന്ന് പഠിക്കുകയാണ്, ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുക. വീരുവിനൊരു മുത്തശ്ശി മാത്രമാണുള്ളത്. നീ മുത്തശ്ശിയെ കാണുവാൻ വേണ്ടിയിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ എന്റെ കാമുകിയായിട്ടുള്ള സുകന്യയെ കാണുവാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നായിരുന്നു വീരുവിന്റെ മറുപടി. എന്നാൽ സുകന്യ അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്ന് കൂട്ടുകാരൻ ഉപദേശിക്കുമ്പോഴോ വീരുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. വീരു നേരെ ചെല്ലുന്നത് സുകന്യയെ കാണുവാൻ വേണ്ടിയിട്ട്. പക്ഷേ സുകന്യയുടെ വീട്ടിലാണെങ്കിലോ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. അതെ, സുകന്യയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് എങ്ങനെ മറ്റൊരുത്തനെ വിവാഹം കഴിക്കുവാനായി തോന്നിയെന്ന് വീരു സുകന്യയോട് ചോദിക്കുമ്പോൾ, എന്റെ മുത്തശ്ശി സുഖമില്ലാതെ കിടന്ന സമയത്ത് മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ വിവാഹം കാണണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിച്ചതെന്ന് പറയുന്നു. അതേസമയം അവിടെ പാട്ടിട്ടപ്പോഴോ മുത്തശ്ശി നിന്ന് ഡാൻസ് കളിക്കുന്നത് വീരു കാണുന്നു. അതോടുകൂടി അവന് മനസ്സിലായി സുകന്യ തന്നെ തേച്ചതാണെന്ന്. കൂട്ടുകാരൻ അപ്പോഴേക്കും വീരുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളെ വിശ്വസിക്കരുതെന്ന്, എന്നിട്ട് നീ കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ വീര് പറയുന്നത്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും സുകന്യയ്ക്ക് മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ട്, അവളെ എനിക്ക് വേണം, ഈ ഒരു വിവാഹം മുടക്കണമെന്നും വീരു പറയുന്നു. കൂട്ടുകാരൻ അതിനൊരു ഐഡിയ പറയും. കൂട്ടുകാരൻ നേരെ വീരുവിനെയും കൂട്ടി എത്തിയിരിക്കുന്നത് ആ വയസ്സായ മുത്തശ്ശനിലെ മുത്തശ്ശന്റെ മകളായ സുബലക്ഷ്മിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സുബലക്ഷ്മിക്കാണെങ്കിലോ കുട്ടിക്കാലം മുതലേ വീരുവിനോട് ചെറിയ പ്രണയമുണ്ട്. ഇതുവരെയും അവൾ തുറന്നു പറഞ്ഞതേയില്ല. വീരുവിനെ കാണുന്നതും സുബലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. സുബലക്ഷ്മിയാണെങ്കിലോ ചെറിയ ചെറിയ പൂജകളും മന്ത്രവാദം ഒക്കെ നടത്തുന്ന ആളാണ്. സുബലക്ഷ്മിക്ക് അടുത്തെത്തിയ വീരു, തനിക്കൊരു കാമുകിയുണ്ട്, സുകന്യ എന്നാണ് പേര്.
അവളുടെ വിവാഹം നടക്കുവാനായി പോവുകയാണ്. പക്ഷേ വിവാഹം എനിക്ക് മുടക്കണം എന്നുള്ള കാര്യം പറയുന്നു. അത് കേട്ടതും സുബലക്ഷ്മി ആകെ തകർന്നു പോകും. കാര്യം, സുബലക്ഷ്മിക്ക് വീരുവിനെ ഇഷ്ടമാണല്ലോ. പക്ഷേ വീരുവിന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതോടുകൂടി സുബലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം. എന്നാലും അവൾ ചെറിയൊരു കറുത്ത മഷി അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ മഷി ഏത് പെൺകുട്ടിയാണോ നിനക്കിഷ്ടം അവളുടെ സാരിയിൽ തേക്കണം. അങ്ങനെയാണെങ്കിൽ അവൾ നിന്റെ പിന്നാലെ വരുമെന്നും സുബലക്ഷ്മി പറയുന്നു. അങ്ങനെ വീരുവാണെങ്കിലോ കല്യാണ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു ജോലിക്കാരനെ പോലെയാണ് എത്തുന്നത്. അതേ സമയമായിരുന്നു കല്യാണ പെണ്ണിന്റെ ഡ്രസ്സ് മാറുവാനായിട്ട് കൊണ്ടുപോകുന്നതും. കല്യാണ പെണ്ണിന് ഉടുക്കാനുള്ള സാരിയിൽ വീരു മഷി തേക്കുന്നു. എന്നിട്ട് അവൻ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തായാലും ഈ കല്യാണം നടക്കില്ല, നീ നോക്കിക്കോ എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടി ഇറങ്ങി വരുന്നു. വീരു മഷി പുരട്ടിയത് ചുമന്ന സാരിയില്. എന്നാൽ പെൺകുട്ടി ഉടുത്തിരിക്കുന്നത് പച്ച കളർ സാരി. അപ്പോൾ നീ ആരുടെ സാരിയിലാ ചായം തേച്ചതെന്ന് കൂട്ടുകാരൻ ചോദിക്കും. അപ്പോൾ നീ ഇറങ്ങി വരുന്നത് പെൺകുട്ടിയുടെ അമ്മ, അതും ചുമന്ന സാരിയും ഒക്കെ ഉടുത്ത്. വീരുവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ സുകന്യയുടെ വിവാഹവും കഴിയുന്നു. അതോടുകൂടി തകർന്നു പോയ വീരു മദ്യപിച്ച് ഒരു നിരാശ കാമുകനെ പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവനടുത്തേക്ക് എത്തുന്ന സുബലക്ഷ്മി, എന്തിനാ നീ സങ്കടപ്പെടുന്നത്, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് തന്റെ ഇഷ്ടം അവനോട് പ്രകടിപ്പിക്കുവാനൊക്കെ നോക്കുന്നു. അതേ സമയമായിരുന്നു സുബലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അവളുടെ അച്ഛൻ വരുന്നത്. ഈ ജോലിയും കൂലിയും ഇല്ലാത്തവന്റെ പിറകെയാണോ നീ നടക്കുന്നതെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല വീരു നന്നായിട്ട് മദ്യപിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രാക്ഷസക്കോട്ടയുടെ മുന്നിലൂടെ അവൻ പോകുമോ എന്ന പേടിയായിരുന്നു സുബലക്ഷ്മിക്ക്. അവൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലതുവശത്തേക്ക് പോകരുത്, ഇടതുവശത്തൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ സുബലക്ഷ്മിയെ കൂട്ടി അച്ഛൻ പോകുന്നു. അതേസമയം മദ്യപിച്ച് അവശനായി നിൽക്കുകയാണല്ലോ വീരു. വീരുവിന്റെ മുന്നിലായിട്ട് ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. അത് കണ്ടവൻ പേടിച്ചു പോവുകയാണ്. ഇനി വല്ല പ്രേതം വല്ലതും ആണോ എന്ന് പേടിച്ച് അവൻ പേടിച്ചോടുന്നു. രണ്ട് വഴിയുണ്ടായിരുന്നു, ഇടതുവശത്തേക്കും വലതുവശത്തേക്കും. വീരുവിനോട് സുബലക്ഷ്മി പറഞ്ഞത് ഇടതുവശത്തേക്ക് പോകണമെന്നാണ്. പക്ഷേ കുടിച്ച് അവശനായി ബോധമില്ലാതെ നിന്ന അവന് ഏതു വശത്തൂടെയാണ് സുബലക്ഷ്മി പോകാൻ പറഞ്ഞതെന്ന് മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവൻ വലതുവശത്തേക്ക് തിരിയുന്നു. അവൻ നേരെ വന്നെത്തുന്നത് ആ ഒരു രാക്ഷസ കോട്ടയ്ക്ക് മുന്നിലായിട്ടാണ്. അതേസമയം ഗ്രാമത്തലവനെ കാണിക്കും. ഒരു 5-6 വർഷമായിട്ട് ഗ്രാമത്തിലാണെങ്കിലോ 3 സൂചനകൾ കാണിക്കില്ലേ, ആ 3 സൂചനകളും കാണിക്കാതിരിക്കുകയാണ്. ബലിയും നടക്കുന്നില്ല. എന്നാൽ ഗ്രാമത്തലവൻ കാണുന്നത് ഉൽക്ക വീഴുന്നതാണ്. ആദ്യത്തെ സൂചന കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത സൂചനകൾ പിന്നാലെ വരും. ബലി നടത്തേണ്ടി വരും. ബലി നടത്താൻ വേണ്ടിയിട്ടുള്ള ആളിനെ കണ്ടെത്തണമെന്നും സങ്കടത്തോടു കൂടി ഗ്രാമത്തലവൻ ചിന്തിക്കുന്നു. എന്നാൽ കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന വീരു ആ ഒരു കോട്ടയ്ക്ക് മുന്നിലായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ. അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ഗ്രാമവാസികളും പോലീസും കൂടിയാണ് കോട്ടയ്ക്ക് മുന്നിലായിട്ട് എത്തുന്നത്. മാത്രവുമല്ല അവിടുത്തെ ഒരു മുള്ളുചെടിയിൽ ചെറിയൊരു ഡ്രസ്സിന്റെ പാർട്ടും പറ്റിയിരിക്കുന്നതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നു. മാത്രവുമല്ല അതേ ഡ്രസ്സിന്റെ ബാക്കി ഭാഗം നായകനായ വീരുവിന്റെ കൈവശവും ഇരിക്കുന്നുണ്ട്. പോലീസുകാർ ശോഭന നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ശോഭനോ, അതാരാ എന്ന് വീരു ചോദിക്കുമ്പോഴോ, ആ നാട്ടിൽ നിന്നും കാണാതായ ആളാണ് ഈ ശോഭൻ. ശോഭന്റെ ഭാര്യയാണ് തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ തനിക്ക് അറിയില്ല എന്നൊക്കെ എത്ര തന്നെ വീരു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയതേയില്ല. മാത്രവുമല്ല വീരുവിന്റെ കൈവശം അയാളുടെ ഡ്രസ്സിന്റെ ഭാഗങ്ങളുണ്ട്. കൂടാതെ അവനെ കണ്ടുകിട്ടിയതോ ഈ ഒരു രാക്ഷസ കോട്ടയുടെ മുന്നിൽ നിന്നും. അതോടുകൂടി വീരുവാണ് ശോഭനയെ എന്തോ ചെയ്തതെന്ന സംശയം എല്ലാവർക്കും ഉണ്ടായി. അതോടെ ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർക്കുകയാണ്. ഗ്രാമത്തലവന്റെ മകൻ വീരുവിനെതിരായി സംസാരിക്കുകയാണ്. മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞ് ഗ്രാമത്തലവന്റെ മകൻ സംസാരിക്കുന്നു. അവിടേക്ക് ശോഭന്റെ ഭാര്യയായ ശാന്തിയും എത്തുന്നുണ്ട്. തന്റെ ഭർത്താവിനെ കാണാനില്ല എന്നും അവർ കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വീരുവാണ് എന്തോ ചെയ്തതെന്ന് അവരുടെ മനസ്സിലും സംശയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞാണ് ശാന്തി കരയുന്നത്. അതോടെ ഗ്രാമത്തലവന്റെ മകൻ വീരുവിന് ശിക്ഷ കൊടുക്കുവാനായും തീരുമാനിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ള ആരും തന്നെ വീരുവിനോട് മിണ്ടുവാനോ സംസാരിക്കുവാനോ പാടില്ല. മാത്രവുമല്ല എല്ലാ ദിവസവും 250 രൂപ വെച്ച് ശാന്തിക്ക് വീരു കൊടുക്കണമെന്നും ഗ്രാമത്തലവന്റെ മകൻ വിധിക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് വീരുവിന്. താൻ ആ ഒരു കോട്ടയുടെ മുന്നിൽ പോയതാണോ ഇത്ര പ്രശ്നമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അടുത്ത ദിവസം മുതൽ സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് വീരു ഇറങ്ങുന്ന സമയത്തും ആരും പച്ചക്കറിയൊന്നും കൊടുക്കുന്നതുമില്ല, ആരും അവനോട് മിണ്ടുന്നതുമില്ല. മാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് ശോഭന്റെ ഭാര്യയെ ശാന്തി വന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും കാശൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ആരും അവനെ സഹായിച്ചില്ലെങ്കിലും സുബലക്ഷ്മി വന്നിട്ട് അവന് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കും. എന്നാൽ അവന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ശാന്തി വന്നിട്ട് കാശ് വാങ്ങിക്കൊണ്ട് പോകുന്നു. ആകെ ശല്യമായ അവസ്ഥയാണ്. ഇതെല്ലാം കാണുന്ന സുബലക്ഷ്മി പറയുന്നത് അവസാനമായിട്ട് ശോഭനെ കണ്ടത് ഒരു വയസ്സായ ആളാണ്. അയാളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ശോഭന എന്താണ് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ എന്നും സുബലക്ഷ്മി പറയുന്നു. അതനുസരിച്ച്
അതനുസരിച്ച് വീരുവും വീരുവിന്റെ കൂട്ടുകാരനായ ബാലുവും കൂടി ആ വയസ്സായ ആളിനെ കാണുവാനായും പോവുകയാ. എത്ര തന്നെ അയാളോട് ചോദിച്ചിട്ടും അയാൾക്കൊന്നും തന്നെ അറിയത്തേയില്ല. അയാളൊന്നും അങ്ങനെ പറയുന്നതുമില്ല. ആകെ കൺഫ്യൂഷനായി ബാലുവിനും വീരുവിനും. അതേസമയം ഗ്രാമത്തിലുള്ള മൃഗങ്ങളൊക്കെ ചത്തു പൊന്തിയിരിക്കുകയാണ്. അവയുടെ എല്ലും തോലും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തലവന് രണ്ടാമത്തെ സൂചനയും കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എന്ത് ചെയ്യുമെന്ന കൺഫ്യൂഷനായിരുന്നു ഗ്രാമത്തലവന്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബലി കൊടുക്കുവാനുള്ള ആളിനെ കണ്ടെത്തണമെന്നും അവർ തീരുമാനിക്കുന്നു. എന്നാൽ ആ രാക്ഷസ കോട്ടയ്ക്കടുത്തായിട്ട് വലിയൊരു കല്ലും മുളച്ചു പൊന്തി വരികയാണ്. അത് കാണുന്ന ഗ്രാമവാസികൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഗ്രാമത്തലവനും മൂന്നാമത്തെ സൂചനയും കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എന്തായാലും ബലി കൊടുത്തേ പറ്റുമെന്നും ഗ്രാമത്തലവൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ഗ്രാമത്തിലുള്ള മിക്കവർക്കും പണ്ടത്തെ ആചാരത്തെക്കുറിച്ചൊന്നും അറിയത്തേയില്ല. കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ കല്ല് മുളച്ചു വന്ന സ്ഥലത്തേക്ക് ഗ്രാമവാസികളും ഗ്രാമത്തലവനും സുബലക്ഷ്മിയുടെ അച്ഛനും ഒക്കെ എത്തുന്നു. എന്നിട്ട് സുബലക്ഷ്മിയുടെ അച്ഛനാണെങ്കിലോ ആ നാട്ടിലെ ആചാരത്തെക്കുറിച്ച് ജനങ്ങളെ എല്ലാം വായിച്ചു കേൾപ്പിക്കുകയാണ്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഈ നാട്ടിലൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രാക്ഷസനെയാണ് പൂജിച്ചത്. പ്രത്യക്ഷപ്പെട്ട രാക്ഷസൻ ആവശ്യപ്പെട്ടത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തരാം. പക്ഷേ താൻ ആവശ്യപ്പെടുന്നത് പോലെ നരബലി നടത്തണമെന്നതായിരുന്നു രാക്ഷസന്റെ ആവശ്യം. 3 സൂചനകൾ നൽകും. ആ 3 സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ നരബലി നടത്തണം. അതിനെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ഒരു ആചാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാര്യം ആ ഒരു വയസ്സായാൽ വായിച്ചു കേൾപ്പിക്കുന്നു. എന്നാൽ ഗ്രാമത്തിലുള്ളവർ ആരും തന്നെ അത് വിശ്വസിക്കുന്നതേയില്ല. ഇതൊക്കെ ഇന്നത്തെ കാലത്തും ഞങ്ങൾ വിശ്വസിക്കണോ? ഇതൊക്കെ പണ്ടത്തെ ആചാരം, ഞങ്ങൾ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഗ്രാമവാസികൾ പറയുന്നത്. പക്ഷേ ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ആ ഒരു നരബലി നടത്തിയേ പറ്റൂ എന്നും ഗ്രാമത്തലവനും വയസ്സായ മുത്തശ്ശനും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നറുക്കെടുക്കുവാനായി പോവുകയാണ്. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ആളിന്റെ പേരാണ് നറുക്കിലേക്ക് എഴുതിയിട്ടിരിക്കുന്നത്. അങ്ങനെ നറുക്കെടുക്കുന്നു. നറുക്കെടുത്തപ്പോൾ പേര് വീണത് ബാലുവും വീരുവും കൂടി ശോഭനെ കുറിച്ച് അന്വേഷിച്ചൊരു മുത്തശ്ശനടുത്ത് പോയില്ലേ, ആ വയസ്സായ ആളിന്റെ പേരായിരുന്നു. ഈ ഒരു വിവരം വീരു അറിയുന്നു. അയാളെ രക്ഷിക്കണം. ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നു. അന്ധവിശ്വാസമാണിതെന്ന് പറഞ്ഞ് ബാലുവും വീരുവും കൂടി മുത്തശ്ശനെ രക്ഷിക്കുവാനായി പോകുന്നു. എന്നാൽ അതേ സമയം തന്നെ ഗ്രാമവാസികൾ എല്ലാവരും വന്ന് മുത്തശ്ശനെ രാക്ഷസക്കോട്ടയുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. വലിയ ആചാരങ്ങളോട് കൂടിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ താൻ മരിക്കുവാനായി പോവുകയാണെന്നുള്ള കാര്യം മുത്തശ്ശന് അറിയത്തേയില്ല. മുത്തശ്ശനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാനായിട്ട് ബാലുവും വീരുവും ഒരുപാട് ശ്രമിക്കും. ഒരു ഘട്ടത്തിൽ ആ മുത്തശ്ശനാണെങ്കിലോ അവിടെ നടക്കുന്നതെല്ലാം കണ്ട് ബാലുവും വീരും വെപ്രാളപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നു. അതോടുകൂടി ഗ്രാമത്തലവനൊക്കെ ആകെ ദേഷ്യമാകുന്നു. എന്തായാലും ആ വയസ്സായാൽ മരിച്ചുപോയി, അടുത്ത ആളുടെ പേരെടുക്കണമെന്നും തീരുമാനിക്കുന്നു. ഗ്രാമവാസികൾ എല്ലാവരും അയ്യോ എന്റെ പേരായിരിക്കുമോ അടുത്തത് എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നറുക്കെടുക്കുന്ന സമയത്ത് നറുക്ക് വീണതോ വീരുവിന്റെ കൂട്ടുകാരനായ ബാലുവിന്. ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ബാലു വല്ലാതെ പ്രശ്നമുണ്ടാക്കും. വീരുവിനും വല്ലാതെ ദേഷ്യം വരുന്നു. ഇതൊക്കെ അന്ധവിശ്വാസമാ, നിങ്ങൾ ഇന്നും ഈ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ച് അവിടെയുണ്ടായിരുന്ന ഒരു വിളക്ക് കൈവച്ച് അണച്ചു കളയുന്നു. ആ വിളക്കിന്റെ പ്രത്യേകത എന്തെന്നാൽ ആരാണോ അകത്തേക്ക് പോകേണ്ടത് ആ വ്യക്തിയായിരിക്കണം വിളക്കണച്ചിട്ട് പോകേണ്ടത്. വിളക്കണയ്ക്കുന്ന വ്യക്തിയാണ് രാക്ഷസൻ ഇരയാകുന്നത്. ഇതൊന്നും അറിയാതെയാണ് വീരു ആ വിളക്കണച്ചതും. അതോടുകൂടി ഗ്രാമത്തലവൻ പറയുന്നുണ്ട്, നീയാണ് വിളക്കണച്ചത്, അപ്പോൾ നീ ആയിരിക്കണം ഉള്ളിലേക്ക് പോകേണ്ടതെന്ന്. വീരു വിളക്കണച്ച അതേ സമയം തന്നെ അവിടെ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ വീരുവാണെങ്കിലോ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സമയം രാക്ഷസ കോട്ടയിൽ നിന്നും വലിയ അലറൽ ശബ്ദം കേൾക്കുന്നു. അത് കേട്ടതും വീര് പേടിച്ചു പോകുന്നു. അപ്പോൾ ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്നൊക്കെയുള്ള ചിന്ത വീരുവിനുണ്ടാകും. വീര് വിളക്കണച്ചത് കൊണ്ട് തന്നെ വീരു തന്നെ പോകണമെന്നും എല്ലാവരും തീരുമാനിക്കും. എന്നാൽ ഈ ഒരു വിവരം സുബ്ബലക്ഷ്മി അറിയുകയാണ്. വീരുവാണ് രാക്ഷസൻ ഇരയാകാൻ പോകുന്നതെന്ന് സുബ്ബലക്ഷ്മി അറിയുന്നു. വീരുവിനെ രക്ഷിക്കണമെന്ന് കരുതി സുബ്ബലക്ഷ്മി അവിടേക്ക് എത്തുന്ന സമയത്തും അവളെ അകത്തേക്ക് കടക്കുവാൻ പോലും അച്ഛൻ സമ്മതിച്ചതേയില്ല. അവളെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അച്ഛൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം വീരുവിന്റെ ദേഹത്തേക്ക് മൃഗത്തിന്റെ രക്തമൊക്കെ പുരട്ടിയതിനു ശേഷം അവനെ അകത്തേക്ക് കടത്തിവിടുന്നു. കാരണം രാക്ഷസൻ അവൻ വന്നത് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് മൃഗത്തിന്റെ രക്തമൊക്കെ പുരട്ടിയിരിക്കുന്നത്. വീരുവിനെ അകത്താക്കി ആ ഒരു കോട്ടയുടെ വാതിൽ ജനങ്ങൾ അടയ്ക്കുകയാണ്. അകത്തേക്ക് പേടിയോട് കൂടിയാണ് വീരു കടക്കുന്നത്. അവൻ ഇരുട്ട് നല്ല പേടിയാ. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അവന്റെ കൺമുന്നിലായിട്ട് അടുത്തൊരാൾ വന്ന് നിൽക്കുന്നത്. അത് സത്യത്തിൽ ഒരു മനുഷ്യനായിരുന്നു. അയാളെ കണ്ടവൻ പേടിച്ച് നിലവിളിക്കുന്നു. എന്നാൽ ഒടുവിൽ രണ്ടുപേർക്കും അവർ മനുഷ്യരാണെന്നും അവർ ഭൂതമോ പ്രേതമോ അല്ല എന്നും മനസ്സിലായതോടുകൂടി രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അയാളുടെ ഷർട്ടിന്റെ ഒരു ഭാഗം കീറിയിരിക്കുന്നുണ്ട്. അതിൽ നിന്നും വീരുവിനൊരു കാര്യം മനസ്സിലായി. കാണാതായി എന്ന് പറയുന്ന ശോഭന
ശോഭൻ ആ നിൽക്കുന്നതാണെന്ന്. എടാ ശോഭ, കടക്കാരെ പേടിച്ച് നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് വീരു അവനെ അടിക്കുവാനൊക്കെ ചെല്ലുന്നു. നിന്റെ ഭാര്യ ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ദിവസവും 250 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞാണ് അവൻ വഴക്ക് പറയുന്നത്. എന്നാൽ ശോഭൻ പറയുന്നത്, എന്നെ ഈ കോട്ടയിലേക്ക് തള്ളിവിട്ടത് തന്നെ എന്റെ ഭാര്യയാണ്. കടക്കാരെ പേടിച്ച് മാത്രമല്ല, ഈ കോട്ടയിൽ നിധിയുണ്ടെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെയാണ് എന്നെ ഇവിടേക്ക് കയറ്റിവിട്ടത്. ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് തീയുടെ രൂപത്തിലുള്ള ഒരാൾ അവിടേക്ക് വരുന്നത്. ഇവരെ രണ്ടുപേരെയും ആക്രമിക്കുവാനൊക്കെ ശ്രമിക്കുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് ശോഭനും വീരുവും. ശോഭൻ പറയുന്നത്, 10 ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും നേരം ഒരു കുഴപ്പവുമില്ലായിരുന്നു. നീ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ശോഭൻ വഴക്ക് പറയും. അതേ സമയമായിരുന്നു അവിടുത്തെ ഭിത്തിയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് വീരു ശ്രദ്ധിക്കുന്നത്. രാജാവ് തന്റെ സൈന്യത്തോട് പറഞ്ഞിരുന്നു കോട്ടയിലേക്ക് കടക്കാനുള്ള മറ്റൊരു വാതിൽ കണ്ടെത്തണമെന്ന്. അങ്ങനെ സൈന്യം മറ്റൊരു വാതിൽ കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, രാക്ഷസനെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള വഴിയും അവർ കണ്ടെത്തിയിരുന്നു. ഒരു പ്രത്യേകതരം പൊടിയുണ്ട്. ആ പൊടി രാക്ഷസന്റെ ദേഹത്തേക്ക് തൂകിക്കഴിഞ്ഞാൽ രാക്ഷസൻ ദുർബലനാകും. ആ സമയം അവന്റെ മുതുകിലേക്ക് 2 കത്തിയുണ്ട്. ആ 2 കത്തിയും കുത്തിയിറക്കണം എന്നതായിരുന്നു രാക്ഷസനെ കൊല്ലുവാനായിട്ടുള്ള ആ ഒരു രീതി. അങ്ങനെ രാജാവ് തന്റെ സൈന്യത്തെയും കൂട്ടി കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു. രാജാവാണെങ്കിലോ തന്റെ മുന്നിലേക്ക് വന്ന രാക്ഷസന്റെ അടുത്തേക്ക് ആ ഒരു പൊടി തൂവി കൊടുക്കുകയാണ്. പൊടി തന്റെ ദേഹത്തേക്ക് വീണതും രാക്ഷസൻ ദുർബലനായി. രാജാവ് ഒരു കത്തിയെടുത്ത് രാക്ഷസന്റെ മുതുകിൽ കുത്തിയിറക്കി. അതോടുകൂടി അത്രയും നേരം മനുഷ്യന്റെ രൂപത്തിൽ നിന്ന് രാക്ഷസനാണെങ്കിൽ ഒരു മൃഗമായി മാറി. രാജാവിനെ ക്രൂരമായി കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. രാജാവിന്റെ കയ്യിൽ നിന്നും കത്തി തെറിച്ച് ദൂരേക്ക് പോവുകയും ചെയ്തു. രാക്ഷസനെ അവർക്ക് കൊല്ലുവാനായി കഴിഞ്ഞില്ല. രണ്ടാമത്തെ കത്തിയും കൂടി കുത്തിയിറക്കിയാൽ മാത്രമേ രാക്ഷസനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയൂ. രാക്ഷസനെ ഇനി എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നുള്ള കാര്യമാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. ആ എഴുതിയത് രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന മരണപ്പെട്ടു പോയൊരു സൈനികനായിരുന്നു. സൈനികൻ എഴുതിയിരുന്ന ബാക്കി കാര്യം, ആ കത്തി എവിടെയുണ്ട് എന്നുള്ളത് എന്റെ കയ്യിലുള്ള മാപ്പിലുണ്ട്. ആ മാപ്പ് അടങ്ങിയിരിക്കുന്നത് എന്റെ ഈ ലോക്കറ്റിലാണെന്നും പറഞ്ഞ് ഒരു ലോക്കറ്റും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലോക്കറ്റിലാണ് എവിടെയാണ് രാക്ഷസനെ കൊല്ലാനുള്ള കത്തിയുള്ളത് എന്നതായിരുന്നു. ലോക്കറ്റ് തുറക്കുവാനായിട്ട് എത്ര തന്നെ നോക്കിയെങ്കിലും നടക്കുന്നതേയില്ല. എന്നാൽ അതേസമയം സുബലക്ഷ്മിയെ അച്ഛൻ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് അവിടേക്ക് പോകണം, അവനെ രക്ഷിക്കണമെന്നൊക്കെ സുബലക്ഷ്മി പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കുന്നതേയില്ല. അനുജനടുത്ത് ചേച്ചിയെ നോക്കിക്കൊള്ളണം, അവളെ തുറന്നു വിടരുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് പോകും. എന്നാൽ സഹോദരനാണെങ്കിലോ ചേച്ചിയെ തുറന്നു വിടുകയാണ്. സുബലക്ഷ്മി നേരെ കോട്ടയിലേക്ക് വരുന്നു. കോട്ടയുടെ മുന്നിലായിട്ട് ബാലു നിൽക്കുന്നത് കാണും. ബാലുവിന് തന്റെ കൂട്ടുകാരനെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ അകത്തേക്ക് കടക്കുവാനായിട്ട് അവന് നല്ല പേടി. അത് സുബലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഇതിന് പുറകിലായിട്ട് ഒരു വഴിയുണ്ട്, അതിലൂടെ നമുക്ക് അകത്തേക്ക് കടക്കാമെന്നും സുബലക്ഷ്മി പറയുന്നു. അങ്ങനെ സുബലക്ഷ്മി ബാലുവിനെ കൂട്ടി കോട്ടയുടെ പിറകിലുള്ള വഴിയിലൂടെ അകത്ത് കടക്കുകയാണ്. അതേ സമയമായിരുന്നു വീരുവും ശോഭനും ചേർന്ന് ആ ഒരു ലോക്കറ്റ് തുറക്കുവാനായി ശ്രമിക്കുന്നത്. അപ്പോഴേക്കും വീരുവിന്റെ മുന്നിലായിട്ട് സുബലക്ഷ്മി വരുന്നു. സുബലക്ഷ്മിയെ കണ്ടതും വീരുവിന് ഒരുപാട് സന്തോഷമായി. സത്യത്തിൽ വീരുവിന്റെ മനസ്സിനും സുബലക്ഷ്മിയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. വീരു തന്റെ ഇഷ്ടം സുബലക്ഷ്മിയോട് തുറന്നു പറയുന്നു. സുബലക്ഷ്മിയും തനിക്ക് ഇഷ്ടമാണെന്ന് വീരുവിനോട് പറയും. അവൻ ഒരുപാട് സന്തോഷമായി. എന്നാൽ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് ബാലുവും സുബലക്ഷ്മിയും വരുന്നത്. ഏ, അവിടെ ബാലുവും സുബലക്ഷ്മിയും നിൽക്കുന്നെങ്കിൽ തന്റെ ഒപ്പം നിൽക്കുന്ന സുബലക്ഷ്മി ആരാ എന്ന് വീരു ചിന്തിക്കുന്നു. സത്യത്തിൽ അതൊരു പ്രേതമായിരുന്നു. ആ പ്രേതം വീരുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ അവിടേക്ക് ഓടി വന്ന സുബലക്ഷ്മി ഒരു കയറെടുത്ത് ആ പ്രേതത്തിന്റെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു. അതോടുകൂടി പ്രേതം അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. ഇത് കന്നി പ്രേതമാണ്. പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ കന്നി പ്രേതം പുരുഷന്മാരെ കൊണ്ടുപോകുമെന്നും സുബലക്ഷ്മി പറയുന്നു. എന്നാൽ വീണ്ടും വീരു തന്റെ മനസ്സിലുള്ള ഇഷ്ടം സുബലക്ഷ്മിയോട് തുറന്നു പറയുവാനായി വരുന്ന സമയത്താണ് ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്നും ബാലു പറയുന്നു. അങ്ങനെ വീരു ആണെങ്കിലോ തന്റെ കയ്യിൽ കിട്ടിയ ലോക്കറ്റാണെങ്കിൽ സുബലക്ഷ്മിയെ കാണിക്കുന്നു. അതേസമയം സുബലക്ഷ്മി തന്റെ അച്ഛനിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. രാക്ഷസനെ കൊല്ലണമെങ്കിൽ 2 കത്തി കൊണ്ട് കുത്തണമെന്നവൾ പറയുമ്പോൾ, ഇതൊക്കെ നേരത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ദേ, ആ രണ്ടാമത്തെ കത്തി കണ്ടുപിടിക്കുവാനുള്ള മാപ്പാണ് ഈ ലോക്കറ്റിനുള്ളിൽ എന്ന് പറയുമ്പോൾ ലോക്കറ്റ് ഓപ്പൺ ആക്കുവാനായിട്ട് അവൾ നോക്കും. ഇത് പറ്റുന്നില്ല, ഞങ്ങളും കുറെ നേരമായി നോക്കുകയാണെന്ന് വീരു പറയുന്നു. അങ്ങനെ സുബലക്ഷ്മി ആ ലോക്കറ്റ് മുഴുവൻ പരിശോധിച്ചിട്ട്, ഈ ലോക്കറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ ഈ ഒരു കവിത കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യണം, എന്നാലേ നടക്കൂ എന്ന് പറയും. അങ്ങനെ ആ ഒരു കവിത ഫില്ല് ചെയ്യുന്ന സമയത്ത് ലോക്കറ്റ് ഓപ്പൺ ആകുന്നു. അതിനുള്ളിലായിട്ട് വലിയ മാപ്പ് ഇരിക്കുന്നുണ്ട്. മാപ്പ് നോക്കുന്ന സമയത്ത് എവിടെയാണോ കത്തിയുള്ളത് ആ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ
കത്തിയുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ വലിയൊരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കണം. വാതിൽ തുറക്കുവാനായിട്ടുള്ള ചാവി 2 സ്ഥലത്തായിട്ടാണുള്ളത്. ആ സ്ഥലവും മാപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ചാവി കണ്ടുപിടിച്ചതിന് ശേഷം 2 സ്ഥലത്ത് ലിവറുണ്ട്. ആ ലിവർ ഒരുമിച്ച് തന്നെ വലിക്കണമെന്നായിരുന്നു എഴുതിയിരുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ലിവർ ഓപ്പൺ ആക്കാൻ കഴിയാത്തത് കൊണ്ടാ എന്നെ കൊണ്ട് കത്തി കണ്ടുപിടിക്കാൻ കഴിയാത്തതെന്ന് പ്രത്യേകം സൈനികൻ അതിൽ എഴുതിയിരുന്നു. അങ്ങനെ ബാലുവും വീരുവും സുബലക്ഷ്മിയും ശോഭനും ചേർന്ന് 2 ടീമുകളായി പിരിഞ്ഞ് ചാവി കണ്ടെത്തുവാനായി പോവുകയാണ്. ബാലുവും ശോഭനും ഒരു ടീമായിട്ടും വീരുവും സുബലക്ഷ്മിയും ഒരു ടീമായിട്ട് പോകുന്നു. വീരു തന്നെ കുറിച്ച് പുകഴ്ത്തിയാണ് വീരു സുബലക്ഷ്മിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ രണ്ടുപേരും ഒരു കെണിയിൽ വന്ന് വീഴും. നിന്നെ കാരണമായി ഈ കെണിയിൽ വീണതെന്നൊക്കെ പറഞ്ഞ് സുബലക്ഷ്മി അവന് ഒരുപാട് വഴക്ക് പറയും. അതേസമയം വീരുവാണെങ്കിലോ ആ ഒരു വാതിൽ തുറക്കുവാനായിട്ടുള്ള ചാവിയും കണ്ടെത്തുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ബാലുവും ശോഭനും ചേർന്ന് അടുത്ത ചാവിയും കണ്ടെത്തിയിരുന്നു. രണ്ടുപേരും ആ വാതിലിലേക്ക് എത്തുകയാണ്. അങ്ങനെ ചാവി ഇട്ടതിനു ശേഷം ലിവർ വലിക്കണം. രണ്ടുപേരും രണ്ടായി തിരിഞ്ഞ് ലിവർ കഷ്ടപ്പെട്ട് വലിക്കുകയാണ്. ഒടുവിൽ വാതിൽ ഓപ്പണായും വരുന്നു. അവർ അകത്തേക്ക് കടക്കുകയാണ്. രാക്ഷസനെ കൊല്ലണമെങ്കിൽ നേരം വെളുക്കുന്നതിന് മുൻപ് കൊല്ലണം. എന്നാൽ മാത്രമേ രാക്ഷസനെ കൊല്ലാൻ സാധിക്കൂ എന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിൽ ഇനി തുച്ഛമായ മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം കത്തി കണ്ടെത്തണമെന്നും അവർ തീരുമാനിക്കുന്നു. അവിടെ മാകെ അവർ പരിശോധിക്കും. ഒടുവിൽ ഒരു അമ്പ് കിട്ടുകയാണ്. ആ അമ്പിൽ രാക്ഷസനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൊടിയും ഉണ്ടായിരുന്നു. ഈ പൊടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കുവാനായിട്ട് വീര് പറയും. അതേസമയം അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് വീരുവിന് രാക്ഷസനെ കൊല്ലുവാനായിട്ടുള്ള 2ാമത്തെ കത്തി കിട്ടുന്നു. ഇനി അടുത്തത് ആര് രാക്ഷസനെ കത്തികൊണ്ട് കുത്തും എന്നുള്ള ചർച്ചയാണ്. എല്ലാവരും വീരുവിനെ പറയുന്നു. എന്നാൽ വീരു പറയുന്നത് എനിക്ക് പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നാണ്. വീരു പറയുന്നത് ഞാൻ രാക്ഷസന്റെ ശ്രദ്ധ തിരിച്ചുവിടാം, നിങ്ങൾ കുത്തണമെന്ന്. പക്ഷേ എന്നാൽ ബാലു പറയുന്നത് എനിക്ക് അതിനൊന്നും കഴിയില്ല, വേണമെങ്കിൽ ഇവിടെയുള്ള അമ്പുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രാക്ഷസന്റെ ദേഹത്തേക്ക് ആ ഒരു പൊടി വിതറാം. അപ്പോൾ രാക്ഷസൻ ദുർബലപ്പെടുന്ന സമയത്ത് വീരു തന്നെ കത്തികൊണ്ട് കുത്തിയിറക്ക് എന്നുള്ള ചർച്ചയായി. ഒടുവിൽ വീരു തന്നെ കത്തികൊണ്ട് കുത്താമെന്നും തീരുമാനിക്കുന്നു. ഇവർ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയാണ് അവിടെ തീ രൂപത്തിൽ രാക്ഷസൻ വരുന്നത്. രാക്ഷസൻ അവിടെ ആക്രമിക്കുവാനൊക്കെ ശ്രമിക്കുന്നു. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വീരുവും സുബലക്ഷ്മിയും ചേർന്ന് രാക്ഷസന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. അതേസമയം ബാലുവും ശോഭനും ചേർന്ന് ആ ഒരു പൊടി വിതറുവാനായിട്ട് ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ കയ്യിൽ നിന്നും പൊടി തെറിച്ച് നേരെ വേറെങ്ങോട്ടോ പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നവർ ചിന്തിച്ചു നിൽക്കുന്നു. അതേസമയം രാക്ഷസനാണെങ്കിലോ വീരുവിനെയും സുബലക്ഷ്മിയും ആക്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരാണെങ്കിൽ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യടാ എന്ന് പറയും. എന്നാൽ പൊടി വന്ന് കുരുങ്ങിയിരിക്കുന്നത് ഒരു വലയിലാണ്. അതിൽ നിന്നും എങ്ങനെയെങ്കിലും പൊടി തട്ടിയെടുക്കണമെന്നും അവർ തീരുമാനിക്കുന്നു. പൊടിയെടുക്കുവാനായി നോക്കുന്ന സമയത്ത് ആ പൊടി മുഴുവൻ ശോഭന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു. ഇനി ആ പൊടി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. നിസ്സഹായരായി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. അതേസമയം വീരുവിനടുത്തേക്ക് രാക്ഷസൻ വരുമ്പോഴോ വീരുവിനെ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടും രാക്ഷസന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടും സുബലക്ഷ്മി അവിടേക്ക് വരുന്നു. അങ്ങനെ രാക്ഷസനാണെങ്കിലോ സുബലക്ഷ്മിയെ ഉപദ്രവിക്കുവാനായി ചെല്ലുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതേസമയം സുബലക്ഷ്മിയുടെ കാലിലാണെങ്കിൽ ഒരു ചെറിയ കളിപ്പാട്ടം കുടുങ്ങുന്നു. അതൊരു കൊച്ചുകുട്ടിയുടെ കളിപ്പാട്ടമാണ്. എന്നാൽ സുബലക്ഷ്മിക്ക് അടുത്തേക്ക് വരുന്ന രാക്ഷസനാണെങ്കിൽ സുബലക്ഷ്മിയെ നോക്കാതെ ആ ഒരു കളിപ്പാട്ടത്തിൽ തന്നെ നോക്കുന്നു. അത് വീര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യത്തിൽ അന്ന് പണ്ട് ഗ്രാമവാസികളാണെങ്കിലോ അവസാനം ഒരു കുഞ്ഞുകുട്ടിയെ ബലി കൊടുത്തില്ലായിരുന്നോ? കുഞ്ഞുകുട്ടിയെ അകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം വാതിലടച്ചു. കുഞ്ഞുകുട്ടിക്ക് അടുത്തേക്ക് തീരൂപത്തിൽ വന്ന രാക്ഷസനാണെങ്കിൽ ആ കുട്ടിയെ കണ്ടതും രാക്ഷസന്റെ മനസ്സിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന തോന്നലൊക്കെ ഉണ്ടാകുന്നു. ആ കുട്ടിയെ കണ്ടിട്ട് സഹതാപം തോന്നുകയാണ്. ഈ കുഞ്ഞിനെ തനിക്ക് വളർത്തിയാൽ എന്തായെന്നും രാക്ഷസൻ ചിന്തിക്കുന്നു. തീരൂപത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി പേടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യരൂപത്തിലേക്ക് മാറി. അവിടെ കഴിക്കുവാനായിട്ട് ഒരുപാട് പഴങ്ങളും പാലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുട്ടിക്ക് കൊടുത്ത് രാക്ഷസൻ ആ കുഞ്ഞിനെ വളർത്തി. അങ്ങനെ കുഞ്ഞ് പതിയെ പതിയെ വലുതായി. ആ കുട്ടി രാക്ഷസനെ അച്ഛ എന്നാണ് വിളിച്ചത്. അതോടുകൂടി രാക്ഷസൻ തീരുമാനിക്കും ഇനി ആരെയും കൊല്ലരുത്, ആ ഒരു കുഞ്ഞിനു വേണ്ടി മനുഷ്യനായി തന്നെ ജീവിക്കണമെന്ന്, അവനെ നന്നായി വളർത്തണമെന്ന്. അങ്ങനെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടു കൂടി കോട്ടയിൽ ജീവിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു രാജാവ് തന്റെ സൈന്യവുമായിട്ട് അവിടേക്ക് വരുന്നത്. രാജാവ് രാക്ഷസനെ കൊല്ലുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ രാജാവിൽ നിന്ന് വന്ന അമ്പ് വന്ന് കൊണ്ടത് കുഞ്ഞിലായിരുന്നു. ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. അതോടുകൂടി മനുഷ്യനായി മാറിയ രാക്ഷസൻ വീണ്ടും രാക്ഷസനായി മാറുകയാണ്. അങ്ങനെ രാജാവിനെയും സൈന്യത്തെയും എല്ലാവരെയും കൊന്നു. രാജാവാണെങ്കിൽ അവസാനമായിട്ടൊരു കത്തി രാക്ഷസന്റെ ദേഹത്ത് കുത്തിയിറക്കി വെച്ചിരുന്നല്ലോ. രാക്ഷസൻ അന്ന് മുതലാണ് വീണ്ടും പഴയതുപോലെയായി മാറിയതും. മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ച രാക്ഷസനെ
വീണ്ടും പഴയതുപോലെ ആക്കി മാറ്റിയത് ആ രാജാവ് തന്നെയാണ്. ഇതെല്ലാം രാക്ഷസൻ ആ കളിപ്പാട്ടത്തിൽ നോക്കിക്കൊണ്ട് നിന്ന് ചിന്തിക്കുകയാണ്. അതേ സമയമായിരുന്നു വീരുവിന്റെ കയ്യിൽ ആ ഒരു കത്തി കിട്ടിയില്ലേ. ആ കത്തിയെടുത്ത വീരുവാണെങ്കിൽ രാക്ഷസനടുത്തേക്ക് കുത്തുവാനായി പോകുന്നത്. എന്നാൽ കുത്തുവാനായി ഓടുന്ന വീരു ആ കത്തി താഴേക്കിടുന്നു. ഇവൻ എന്തിനാ കത്തി താഴേക്കിടുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്ന സമയത്ത് രാക്ഷസന്റെ മുതുകിൽ നിന്നും രാജാവ് കുത്തിവെച്ചിരുന്ന കത്തിയില്ലേ അത് വലിച്ചൂരുകയാണ്. അതിനുശേഷം വീരു അവിടെയുണ്ടായിരുന്ന ഒരു കളിപ്പാട്ടമെടുത്ത് രാക്ഷസന് നേരെ നീട്ടുന്നു. അതോടുകൂടി രാക്ഷസനാണെങ്കിലോ ആ കളിപ്പാട്ടം വാങ്ങിയതിനു ശേഷം അപ്രത്യക്ഷമായി പോവുകയാണ്. രാക്ഷസന് മോക്ഷം കിട്ടി. എന്താ ഇവിടെ സംഭവിച്ചത്? നീ എന്തിനാ കളിപ്പാട്ടം എടുത്ത് കൊടുത്തത്? എന്താ ഇതിന് പിന്നിലെന്നൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോഴോ ഇപ്പോൾ സംഭവിച്ചത് രാക്ഷസന് മോക്ഷം കിട്ടിയിരിക്കുകയാണ്. രാജാവ് കുത്തിയ കത്തി ഞാൻ അതുകൊണ്ടാണ് വലിച്ചൂരിയത്. ആ കത്തി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതുവരെയായിട്ടും രാക്ഷസന് മോക്ഷം കിട്ടാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നത്. ഇവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ കളിപ്പാട്ടം വെച്ച് നീട്ടിയതെന്നും വീര് പറയുന്നു. അല്ല, ഇവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടമാകെ പരിശോധിച്ച സമയത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രാക്ഷസൻ ഇവിടെ ഒരു കുട്ടിയെ വളർത്തിയിരുന്നുവെന്ന്. അതുകൊണ്ടാ ഞാൻ കളിപ്പാട്ടം വെച്ച് നീട്ടിയത്. മാത്രവുമല്ല കത്തിയിരുന്നത് കൊണ്ട് തന്നെയാണ് രാക്ഷസന് മോക്ഷം കിട്ടാത്തതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആ കത്തി വലിച്ചൂരിയതെന്നും വീര് പറയുന്നു. അങ്ങനെ വീരുവിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. വീരു അവരുടെ മുന്നിൽ സ്റ്റാറായി മാറി. രാക്ഷസന് മോക്ഷം കിട്ടിയതോടുകൂടി ആ കോട്ടയിൽ നിന്നും രാക്ഷസൻ പോയി. ഇനി ആ കോട്ടയിൽ രാക്ഷസന്റെ ഒരു ശല്യവും ഇല്ല എന്നും ഇനി ആർക്കും ഒരു പ്രശ്നവും വരില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അവർ നാലുപേരും കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. ഗ്രാമവാസികളും ഗ്രാമത്തലവനും എല്ലാവരും അവിടെയുണ്ട്. അവർ ഒരു കുഴപ്പവുമില്ലാതെ പുറത്തേക്ക് വരുന്നത് കണ്ട് വീരുവിനൊന്നും സംഭവിച്ചില്ലല്ലോ, ഇതെങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഇനി കോട്ടയില് ഒരു കുഴപ്പവുമില്ല, രാക്ഷസന് മോക്ഷം കിട്ടിപ്പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം വീരുവും കൂട്ടാളികളും പറയുന്നു. ഇനി ഈ നാട്ടിലുള്ള ആർക്കും തന്നെ രാക്ഷസനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കോട്ടയിലേക്ക് ആർക്കും ധൈര്യത്തോടു കൂടി കടക്കാമെന്നുള്ള കാര്യവും വീരുവും കൂട്ടരും പറയുന്നു. അതേ സമയമായിരുന്നു ശോഭനടുത്തേക്ക് ശാന്തി വരുന്നത്. നിങ്ങൾക്കേ നിധി വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആ നിധിയുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. നീ കോട്ടയുടെ പിറകിലത്തെ വാതിലിലൂടെ അകത്തേക്ക് കിടക്ക്, അപ്പോൾ നിനക്ക് നിധി കിട്ടുമെന്നും ശോഭൻ പറയുന്നു. അത് കേട്ട് ഭാര്യയാണെങ്കിലോ നിധി എടുക്കുവാനായിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. ഗ്രാമവാസികളുടെ പ്രശ്നമെല്ലാം തീർന്നതുകൊണ്ടും ഇനി രാക്ഷസനെ പേടിച്ച് ജീവിക്കേണ്ടല്ലോ എന്നുള്ളത് കൊണ്ടും ഗ്രാമവാസികൾ എല്ലാവരും വീരുവിനെയും കൂട്ടരെയും അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഗ്രാമത്തിലുള്ളവർ സമാധാനമായിട്ട് ജീവിക്കുന്നതും വീരുവും സുബലക്ഷ്മിയും പ്രണയിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.